ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി പോളിഷ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തും. ഈ മാസം 23-ന് പ്രധാനമന്ത്രി യുക്രൈനിലെത്തും. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ ദൌത്യ സംഘത്തിന് രൂപം നൽകി സുപ്രീം കോടതി. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ലിംഗപരമായ വിവേചനം തടയുന്നതിനുമായി ദേശീയ തലത്തിൽ പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ റെസിഡന്റ് ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. സർക്കാർ ജോലികളിലെ ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള സമാന്തര നിയമനം സംബന്ധിച്ച വിജ്ഞാപനം UPSC പിൻവലിച്ചു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ, ഡെപ്യൂട്ടി സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കുള്ള 45 നിയമനങ്ങൾ സംബന്ധിച്ച പരസ്യമാണ് പിൻവലിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ബിൻ ഇബ്രാഹിമുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. തൊഴിൽ, ആയുർവേദം, പരമ്പരാഗത മരുന്നുകൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, സംസ്കാരം, വിനോദസഞ്ചാരം, കായികരംഗം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും മലേഷ്യയും കരാറുകളിൽ ഒപ്പുവച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന്റെ വിവിധ വശങ്ങൾ വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷം പുനരധിവാസ പദ്ധതിക്ക് അന്തിമരൂപം നൽകും. ദുരന്തത്തിൽ 179 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. 119 പേരെയാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നത്. വയനാട്ടിൽ ജീവിതോപാധികൾ നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പൊരുതുന്നവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബാങ്കുകളുടെ പിന്തുണ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്ക് സമിതി യോഗത്തിൽ നിർദ്ദേശിച്ചു. ഈടില്ലാതെ 25,000 രൂപ വരെയുള്ള ലോണുകൾ നൽകാൻ യോഗത്തിൽ തീരുമാനമായി. റേഷൻ വാതിൽപ്പടി വിതരണത്തിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. അധിക സംസ്ഥാന വിഹിതമായാണ് തുക ലഭ്യമാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടി ഒഴിവാക്കിയെങ്കിലും സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകൾ, ഓണഫെയറുകൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. AAY റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും ഓണക്കിറ്റ് നൽകും. റിബേറ്റ് ഉൾപ്പെടുത്തി ഖാദി, കൈത്തറി, കയർ ഉൽപ്പന്ന മേളകളും കർഷക ചന്തകളും സംഘടിപ്പിക്കും. കേരളത്തിൽ സിനിമാ മേഖലയിൽ സമഗ്ര നയം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ കരട് തയ്യാറാക്കാൻ ഷാജി N. കരുൺ അധ്യക്ഷനായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നയത്തിന്റെ കരട് രേഖ ചർച്ച ചെയ്യാൻ കോൺക്ലേവ് സംഘടിപ്പിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദരിക്കപ്പെടേണ്ടതാണെന്നും സർക്കാരിനെ വിമർശിക്കാനില്ലെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തുടർ നടപടി സർക്കാർ പരിശോധിച്ച് കൈക്കൊള്ളുമെന്നും ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ സംസ്ഥാനമൊട്ടാകെ സമുചിതമായി സംഘടിപ്പിച്ചു. വർക്കല ശിവഗിരിയിൽ ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുകുലത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഉപയോഗിക്കാനായി തയ്യാറാക്കിയ പുതുക്കിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രകാശനം മന്ത്രി V. ശിവൻകുട്ടി വെള്ളിയാഴ്ച എറണാകുളത്ത് നിർവഹിക്കും. കൈറ്റ് വെബ്സൈറ്റിൽ നിന്നും വെള്ളിയാഴ്ച മുതൽ OS സ്യൂട്ട് സൗജന്യമായി ഡൌൺലോഡ് ചെയ്യാം. കണ്ണൂർ പിണറായിയിൽ ആരംഭിക്കുന്ന പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 285 കോടി രൂപ ചെലവിലാണ് വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നത്. കേരള ഹൈക്കോടതി മുൻ ജസ്റ്റിസ് N. അനിൽകുമാർ കേരള ലോകായുക്തയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ രാവിലെ 11 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്ത്യ ജപ്പാൻ 2+2 മന്ത്രിതല സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.